പ്രമേഹ രോഗികൾ ഒരുപാട് കൂടിയത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികളുമായിട്ടുള്ള ഇടപഴകി ജീവിക്കുന്ന ആളുകൾ ഒട്ടേറെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു വീട്ടിൽ ചെന്നാൽ പഞ്ചസാരയുള്ള ചായ വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഇപ്പം നല്ല വെയിലത്ത് വന്നതാണ്, ഇപ്പോൾ ജ്യൂസോ മറ്റുണ്ടാക്കുമ്പോൾ അത് മധുരമുള്ളതാവാമോ അല്ലയോ, ഇങ്ങനെ എപ്പോഴും മധുരവുമായി ബന്ധപ്പെട്ട വല്ലാത്തൊരു കോൺഷ്യസ്നെസ് പൊതുവെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രമേഹം എന്ന രോഗത്തെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. നമ്മളുടെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ മധുരം കഴിച്ചുണ്ടായ രോഗമാണ് പ്രമേഹം എന്ന രൂപത്തിൽ ആൾക്കാർ ധരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പ്രമേഹ രോഗികളുണ്ട്. ചെറുപ്പത്തിൽ അവർക്ക് മധുരം ഇഷ്ടമല്ല, എന്നിട്ടും പ്രമേഹമുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്ത, മധുരം കഴിക്കാത്ത പ്രമേഹ രോഗികളുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുന്നത് വലിയ ഗുണമാണ് എന്ന പ്രചരണം സത്യത്തിൽ അത്ര നല്ല കാര്യമല്ല. പഞ്ചസാര നല്ല സാധനം ഞാൻ പറയില്ല, പക്ഷേ പഞ്ചസാര കഴിച്ചാൽ അത് വലിയ കുഴപ്പമുണ്ടാക്കുമെന്ന ധാരണ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ എത്ര ശതമാനം ആളുകൾ പഞ്ചസാര കഴിക്കുന്നുണ്ടാകും? പഞ്ചസാര കഴിക്കാത്ത എത്ര ശതമാനം ആളുകളുണ്ടെന്ന് നോക്കിയാൽ 90% ആളുകൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരാളോട് നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്ന അപകടമാണ് എന്ന ഒരു മെസ്സേജ് കൊടുക്കുമ്പം സ്വാഭാവികമായും അയാളുടെ ഉള്ളിൽ ഒരു കുറ്റം ചെയ്യുന്ന പ്രതീതി ഉണ്ടാകും. ഇത് തന്നെ രോഗം ഉണ്ടാക്കും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രമേഹം എന്ന രോഗം ഷുഗർ ലെവൽ കൂടുന്നതാണ് എന്ന് പറയുന്നതിന് ഒരു പരിധിവരെ ന്യായമുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അമിതമായ ആഹാരശീലം നമ്മുടെ ശരീരത്തിൽ അമിതമായ ഗ്ലൂക്കോസിൻ്റെ ഒരു സംഭരണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിശക്കുമ്പോൾ മാത്രം ഒരാൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഗ്ലൂക്കോസിൻ്റെ വലിയ സംഭരണി ഉണ്ടാക്കുന്നില്ല. ഈ ഗ്ലൂക്കോസിൻ്റെ അമിതമായ സംഭരണി അത് പിന്നെ മൂത്രം വഴി പുറത്തേക്ക് പോകുമ്പോൾ ക്ഷീണവും മെലിച്ചലും മറ്റ് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അപ്പോൾ അമിതമായ ആഹാരം കഴിക്കുന്ന ശീലം കൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്. അങ്ങനെ അമിതമായ ആഹാരം കഴിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് ആ ശീലത്തിനെ ഒന്ന് മാറ്റി വിശക്കും മാത്രം ആഹാരം കഴിക്കുക, ഒരു ദിവസം 2 നേരം മാത്രം ആഹാരം കഴിക്കുക എന്ന ശീലത്തിലേക്ക് മാറുകയാണെങ്കിൽ ഒരിക്കലും പ്രമേഹം വരാനുള്ള സാധ്യത ഇല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഇനി പ്രമേഹം വന്നു, എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലാബ് ടെസ്റ്റിലൂടെ ഷുഗർ പരിശോധിച്ച് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ മരുന്ന് കഴിച്ച ആളുകൾ പിന്നീട് വളരെ സാവധാനമായി കിഡ്നി ഫെയിലാവുകയോ ഡയാലിസിസ് സെൻറ്ററിൽ പോവുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വല്ല ക്യാൻസർ വരികയോ അങ്ങനെ ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്യുന്ന അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇവർക്ക് ഷുഗർ കൂടിയത് കൊണ്ടാണോ ഇവർ കിഡ്നി ഫെയിലാകുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ വരുന്നത് നോക്കിയാൽ ഒരിക്കലും ഷുഗർ കൊണ്ടല്ല, പിന്നെയോ കഴിച്ച മരുന്ന് കൊണ്ടാണ്. അപ്പോൾ പ്രമേഹം എന്ന രോഗത്തിന് പഞ്ചസാര കഴിക്കാതിരുന്നാൽ അത് വരില്ല എന്നുള്ളതൊരു അന്ധവിശ്വാസം മാത്രമാണ്. മറിച്ച് പ്രമേഹം വരാതിരിക്കണമെങ്കിൽ വിശപ്പ് നോക്കി മാത്രം ആഹാരം കഴിക്കുക, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട. ഈ ശീലം നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും പ്രമേഹം എന്ന രോഗം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. ഇതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഷുഗർ ലെവൽ നോക്കൂ. പല കാരണങ്ങൾ കൊണ്ട് ഷുഗർ ലെവൽ വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ വലിയ തോതിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലുള്ള ഹോർമോണിൻ്റെ സെക്രേഷൻ ഇത് ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഷുഗർ ലെവൽ വർദ്ധിക്കുമ്പോൾ ഇത് പാൻക്രിയാസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഇൻസുലിൻ്റെ അഭാവം കൊണ്ടാണെന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല. എന്നിട്ടോ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അഭാവത്തിന് കഴിക്കുന്ന മരുന്ന് കഴിക്കുന്നതോ തീരെ ഗുണകരവുമല്ല. ഇത്തരം റിസ്കിനെ നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല ഒട്ടേറെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഷുഗർ ലെവൽ കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ ടെൻഷൻ ആകുമ്പോൾ ആ ടെൻഷനാകുന്നതുകൊണ്ട് ഷുഗർ ലെവൽ കൂടുന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒഴിവാക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ അന്വേഷിക്കാതെ വെറും പഞ്ചസാര മാത്രം ഒഴിവാക്കിയത് എന്ത് കാര്യം? ഞാൻ വിശ്വസിക്കുന്നു, പ്രമേഹ രോഗിക്ക് മധുരം കഴിക്കാം, ചക്കയും മാങ്ങയും ഈത്തപ്പഴം കഴിക്കാം. പക്ഷേ പ്രമേഹ രോഗി ഒരു കാരണവശാലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പാടില്ല. നമ്മൾ അലോപ്പതി മരുന്നുകൾ അപകടമാണെന്ന് പറയുന്നു, പ്രമേഹ രോഗികൾ പഞ്ചസാര കഴിക്കുന്ന അപകടമാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ പഞ്ചസാരയാണോ കൂടുതൽ അപകടം അല്ലെങ്കിൽ മരുന്നാണോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പഞ്ചസാര കഴിക്കുമ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഷുഗർ ലെവൽ കൂടിയേക്കാം. പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിച്ചേക്കാം, പക്ഷേ ആന്തരികാവയവങ്ങൾ തകരാറിലാകുന്നതിന് കാരണമാകുന്നു. ഇവിടെ അപ്പോൾ പ്രമേഹം എങ്ങനെ കൈകാര്യം ചെയ്യാം? പ്രമേഹം നിങ്ങൾക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കാമെങ്കിൽ പ്രമേഹം വരാനുള്ള ഒരു സാധ്യതയുമില്ല. നിങ്ങൾ മധുരം കഴിച്ചോളൂ, ചക്കയും മാങ്ങയും തേനും ഈത്തപ്പഴം കഴിച്ചോളൂ, പ്രമേഹം വരില്ല. പക്ഷേ പ്രമേഹം വന്നു കഴിഞ്ഞാൽ
പ്രമേഹ മരുന്ന് കഴിച്ചാൽ പ്രമേഹം മാറുകയുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രമേഹത്തിന് എന്തിനു മരുന്ന് കഴിക്കണം? ജനങ്ങൾ വിഡ്ഢികളാവുന്ന ഇവിടെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രമേഹ രോഗി മധുരം ഒഴിവാക്കുന്നത് വലിയ മഹത്തരമാണെന്ന് പറയുന്നെങ്കിലും മധുരം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ അല്പമുണ്ടെങ്കിലും, മരുന്ന് കഴിക്കുന്നത് മഹത്തരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും മരുന്ന് കഴിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾ വളരെയേറെയാണ്. ഇവിടെയാണ് പ്രമേഹ രോഗി വിഡ്ഢിയാകുന്നതും കിഡ്നി ഫെയിലാകുന്നതും ക്യാൻസർ രോഗം വരുന്നതും മറ്റ് പലതരം ആന്തരികാവയവങ്ങൾക്കുള്ള തകരാറുണ്ടാകുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രമേഹ രോഗി മധുരം ഒഴിവാക്കുന്നത് നന്മയാണെങ്കിൽ മരുന്ന് ഒഴിവാക്കുന്നത് അതിലും 1000 മടങ്ങ് നന്മയാണ്. മധുരം ഒഴിവാക്കുന്നതിന് പകരം മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ അസ്വസ്ഥതകൾ മാനേജ് ചെയ്യാം, ഒഴിവാക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അക്യുപഞ്ചർ ചികിത്സ അതാണ് പ്രധാനമായും ചെയ്യുന്നത്. ഒരു രോഗിയെ സംബന്ധിച്ച് അയാൾ അനുഭവിക്കുന്ന പ്രയാസം, അത് കാല് കടച്ചിലായിക്കോട്ടെ, കാലുവേദന ആയിക്കോട്ടെ, മൂത്രക്കടച്ചിലായിക്കോട്ടെ, മൂത്രം നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളായിക്കോട്ടെ, ക്ഷീണമായിക്കോട്ടെ, അമിതമായ മെലിച്ചിലായിക്കോട്ടെ, രാത്രി ഉറക്കത്തിന് പല ആവർത്തി എഴുന്നേറ്റ് മൂത്രമൊഴിക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ശേഷി കുറവോ മറ്റേതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളായിക്കോട്ടെ, ഈ കുഴപ്പങ്ങൾക്ക് ചികിത്സ കൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കുന്നുള്ള അക്യുപങ്ക്ചറിൻ്റെ ഗുണം. എന്നാൽ ആ കുഴപ്പങ്ങളെ ഒന്നും പരിഗണിക്കാതെ വെറും ഷുഗർ ലെവൽ എല്ലാ മാസവും പരിശോധിച്ച് അത് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം മരുന്ന് കഴിച്ചാൽ ഒരുപക്ഷെ ഷുഗർ ലെവൽ എപ്പോഴും മാനേജായി നിൽക്കുന്നു എന്ന സന്തോഷം കൊണ്ട്, സംതൃപ്തി കൊണ്ട് നമ്മൾക്ക് ഒരു സുഖം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും കഴിക്കുന്ന മരുന്നുകൾ അപകടം വിളിച്ചു വരുത്തുന്നുണ്ട്. അത് ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളാണ് വാസ്തവത്തിൽ അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആൾ കണ്ടാൽ ആ മരുന്ന് ഒഴിവാക്കാൻ ഉപദേശിക്കൂ. മധുരം ഒഴിവാക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ അരിയാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അതിലും ഷുഗറുണ്ട്. അപ്പോൾ നിങ്ങൾ അരിയും ഒഴിവാക്കുമോ? ഗോതമ്പ് കഴിക്കുമ്പോൾ അതിലും ഷുഗറുണ്ട്, അപ്പോൾ ഗോതമ്പ് ഒഴിവാക്കുമോ? അങ്ങനെ നിങ്ങൾ ഷുഗറുള്ള ഓരോ ആഹാര പദാർത്ഥങ്ങളും ഒഴിവാക്കിയാൽ പിന്നെ നിങ്ങൾക്കൊന്നും കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആഹാരമോ രുചിയുള്ള ആഹാരമോ ഒഴിവാക്കലല്ല പരിഹാരം. വിശപ്പിനെ നോക്കി വിശപ്പ് മാറുന്ന അളവിൽ മാത്രം ആഹാരം കഴിക്കുക, വിശപ്പ് മാറുന്ന മുറയ്ക്ക് ആഹാരം ഒഴിവാക്കുക, അസ്വസ്ഥതകൾ എന്താണോ അതിന് ചികിത്സിക്കുക. അസ്വസ്ഥതകൾ മാറാൻ വേണ്ടിയുള്ള ചികിത്സയിൽ ഏറ്റവും മികച്ചത് പാർശ്വഫലമില്ലാത്തത് അക്യുപങ്ക്ചർ ആയതുകൊണ്ട് അതിന് മാത്രം ശ്രദ്ധിക്കുക. കാലിന് പഴുപ്പോ മറ്റ് ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ചിട്ട പാലിക്കുകയാണെങ്കിൽ കാലിൽ പഴുപ്പോ ഗാംഗ്രീനോ അല്ലെങ്കിൽ കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെ വന്ന് കണ്ണ് കാണാത്ത അവസ്ഥകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് പലരും വലിയ സന്തോഷത്തോടെ, എൻ്റെ മാതാപിതാക്കൾക്ക് ഷുഗറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഞ്ചസാര കുറച്ചേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ പലർക്കും ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പഞ്ചസാര ഒഴിവാക്കുന്നു, ലഡു ഒഴിവാക്കുന്നു, ചോക്ലേറ്റ് ഒഴിവാക്കുന്നു, ഐസ്ക്രീം ഒഴിവാക്കുന്നു. നല്ല കാര്യം തന്നെ. പക്ഷേ ഇതൊന്നും ഒഴിവാക്കിയത് കൊണ്ട് ഷുഗർ വരാതിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ എ ഫുൾ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളെപ്പറ്റി പറയാൻ കഴിയുള്ളൂ. കാരണം ഇതെല്ലാം ഒഴിവാക്കിയാലും ഷുഗർ വരും. ഷുഗർ വന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഷുഗറിന് കഴിക്കുന്ന മരുന്നുകൾ അതൊഴിവാക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ആ മരുന്നുകൾ ഏതെല്ലാം ആന്തരികാവയവങ്ങളെ അപകടപ്പെടുത്തുമോ അതത് ആന്തരികാവയവങ്ങൾക്ക് പിന്നീട് രോഗങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അതത് അവയവങ്ങളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പിന്നീട് കിഡ്നി ഫെയിലാവുകയോ അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയൊക്കെ വന്ന് കണ്ണ് കാണാതാവുകയോ അല്ലെങ്കിൽ ക്യാൻസറൊക്കെ വന്ന് നമ്മൾ കൂടുതൽ അസ്വസ്ഥപ്പെടുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും ഷുഗർ കൂടിയത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറല്ല ഇവിടെ വില്ലൻ, മരുന്നാണ്. മരുന്ന് ഒഴിവാക്കുന്നതിൽ താല്പര്യം കാണിക്കുക. മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചക്കയും മാങ്ങയും തേനും ഈത്തപ്പഴവും കഴിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മരുന്നുകൾ ഒഴിവാക്കൂ. അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തൂ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുമെന്നൊരു സത്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ പഞ്ചസാര ഒഴിവാക്കി, പഞ്ചസാര വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഞ്ചസാര ഒഴിവാക്കുന്നതിൻ്റെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞ് വലിയ ഊറ്റം കൊള്ളുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ മരുന്നാണ് ഏറ്റവും അപകടമുണ്ടാകുന്നത്. അത് ഒഴിവാക്കൂ. അത് ഒഴിവാക്കുന്നതിനെ പറ്റി ചിന്തിക്കൂ. അതാണ് നിങ്ങൾ ഏറ്റവും അപായപ്പെടുത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഏറ്റവും അപായപ്പെടുത്തുന്ന ഒരു വസ്തുവിൽ നിന്നും രക്ഷപ്പെടാതെ വെറും സുഖവും സന്തോഷവും നൽകുന്ന മധുരം ഒഴിവാക്കിയിട്ട് എന്ത് കാര്യം എന്ന് അല്പമെങ്കിലും ചിന്തിക്കൂ. ഏതായാലും
എൻ്റെ ഒരു ചരിത്രം ഞാൻ പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പ്രമേഹ രോഗിയായിരുന്നു. ഞാൻ ഉമ്മയെ ഓർക്കുമ്പോൾ ഉമ്മ ചെറുപ്പത്തിലൊക്കെ കട്ട് മധുരം കഴിക്കും. നമ്മൾ മക്കളൊക്കെ ഒരു കളനെ പോലെ ഉമ്മാനെ പിടിക്കും. എന്നിട്ട് എല്ലാ ഉമ്മ, നിങ്ങൾക്ക് പ്രമേഹമല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മധുരം കഴിക്കുന്നത് എന്ന് ഉമ്മാക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് ഭയന്ന് അക്യുപഞ്ചർ പഠിക്കാത്തൊരു കാലത്ത് ഞാൻ ഉമ്മയോട് ചോദിച്ചിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ പല സഹോദരന്മാരും ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ചിലപ്പോഴൊക്കെ പറയും, മോനെ എത്ര കാലമായി മധുരം കഴിക്കാണ്ട് നിൽക്കുക, എത്ര കാലമാണ് മധുരം കഴിക്കാണ്ട് ഞാൻ ജീവിക്കുക എന്നൊക്കെ സങ്കടപ്പെട്ട് കരയൊക്കെ ചെയ്യും. ഉമ്മ മരണപ്പെട്ടു പോയി. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് മരുന്ന് കഴിച്ചുകൊണ്ട് മധുരം ഒഴിവാക്കിയത് കൊണ്ട് പ്രമേഹ രോഗിക്ക് ഒരു പ്രയോജനമില്ല. അത്രയും ഇഷ്ടമുള്ള മധുരം കഴിച്ചുകൊണ്ട് മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ശാരീരികമായ അസ്വസ്ഥതകൾ അത് സുഖപ്പെടുത്താൻ അക്യുപങ്ക്ചർ ഉപയോഗപ്പെടുത്തു. സമാധാനത്തോടെ മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു മാത്രം പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രമേഹ രോഗത്തിനൊരു മോചനം ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു.